ഗാസയിലെ ഖാൻ യൂനീസിൽ ഭക്ഷണത്തിനായി വരിനിൽക്കുകയായിരുന്ന പലസ്തീനികളെ ബോംബെറിഞ്ഞു കൊലപ്പെടുത്തി ഇസ്രയേൽ. ഖാൻ യൂനീസിലെ ആശുപത്രി പരിസരത്ത് ആഹാരത്തിനായി വരിനിൽക്കുകയായിരുന്ന 1000-ഓളം പേർക്കിടയിൽ നടത്തിയ ബോംബാക്രമണത്തിൽ 50 പേർ കൊല്ലപ്പെട്ടു. ബോംബാക്രമണത്തിൽ പരിക്കേറ്റവരെ അൽ-ഷിഫ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ഇവിടെ ആവശ്യമായ വൈദ്യസാമഗ്രികളൊന്നുമില്ല. ഒരു ഡോക്ടർ മാത്രമാണുള്ളത്. ഇതിനാൽ മരണസംഖ്യ ഇനിയും കൂടുവാൻ സാധ്യതയുണ്ടെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഖാൻ യൂനീസിൽ അവശേഷിക്കുന്ന ആശുപത്രികളിലും അഭയകേന്ദ്രങ്ങളിലും ഷെല്ലാക്രമണം കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ആശുപത്രികളിൽ അനസ്തേഷ്യയ്ക്കുള്ള മരുന്നും വേദന സംഹാരികളും ഭക്ഷണവുമില്ലെന്നാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്. ഖാൻ യൂനീസിലും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നാസർ അൽ അമൽ മെഡിക്കൽ ടീമും രോഗികളും അഭയാർത്ഥികളും അൽ അമൽ ആശുപത്രികളിൽ ഇസ്രയേൽ തുടർച്ചയായി ഷെല്ലാക്രമണം നടത്തുകയാണെന്നും മെഡിക്കൽ ടീമും രോഗികളും അഭയാർത്ഥികളും ആശുപത്രിക്കകത്ത് കുടുങ്ങിക്കിടക്കുകയാണെന്നും ആരോഗ്യ പ്രവർത്തകർ പറയുന്നു. ഇസ്രയേലിന്റെ ആക്രമണം കാരണം പരിക്കേറ്റവരെ സമീപിക്കാനോ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം എടുത്തുമാറ്റാനോ സാധിക്കുന്നില്ല. കഴിഞ്ഞ 24 മണിക്കൂറിടെ ഖാൻ യൂനീസിൽ മാത്രം 50 പേരാണ് കൊല്ലപ്പെട്ടത്. അതേസമയം ഇസ്രയേലി ആക്രമണത്തിൽ ഇതുവരെ 25,900 പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. 64,110 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതിനിടെ ടണലുകൾ കേന്ദ്രീകരിച്ചുള്ള ഹമാസിന്റെ സൈനിക സംവിധാനങ്ങൾ ഇപ്പോഴും ശക്തമാണെന്ന് ആശങ്കയറിയിച്ച ഇസ്രയേൽ സൈന്യം അൽ-ഷിഫ ആശുപത്രിക്ക് കീഴിലുള്ള ഹമാസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിനായുള്ള വേട്ട തുടരുന്നതിനാൽ തങ്ങളുടെ സൈന്യം വടക്കൻ മേഖലയുടെ നിയന്ത്രണം ഏകീകരിക്കുകയാണെന്ന് ഇസ്രയേൽ പറഞ്ഞു. ഇന്ന് സൈന്യം കോമ്പൗണ്ടിൽ പ്രവേശിച്ചത് മുതൽ ഒരു തുരങ്കത്തിന്റെ പ്രവേശന കവാടവും കോമ്പൗണ്ടിനുള്ളിൽ ഒരു ട്രക്കിൽ നിന്ന് ആയുധങ്ങളും കണ്ടെത്തിയതായി അവകാശപ്പെടുന്നതിന്റെ ചിത്രങ്ങളും പുറത്തുവിട്ടു. എന്നാൽ ഹമാസ് പ്രവർത്തനത്തിന് കൂടുതൽ തെളിവുകളില്ല. ഹമാസ് പോരാളികളിൽ രോഗികളെയും ഡോക്ടർമാരെയും മനുഷ്യ കവചമായി ഉപയോഗിച്ചെന്നും ബന്ദികളെ ഇവിടെ പാർപ്പിച്ചിരുന്നതിന് കീഴിലുള്ള സംഭരണ സ്ഥലങ്ങളെക്കുറിച്ചും വിശദമായി അവകാശപ്പെടുന്ന സാറ്റലൈറ്റ് മാപ്പുകളും കമ്പ്യൂട്ടർ ആനിമേഷനും ഇസ്രയേൽ പുറത്തിറക്കി. ഇസ്രയേലിന്റെ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കാൻ തങ്ങളുടെ പക്കൽ ഇന്റലിജൻസ് ഉണ്ടെന്ന് US പറഞ്ഞു. ഹമാസ് തുരങ്കങ്ങളിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ നന്നായി മറഞ്ഞിരിക്കുമെന്നും അവ കണ്ടെത്തുന്നത് ഒരു നീണ്ട ഓപ്പറേഷൻ ആയിരിക്കുമെന്നും വക്താവ് പറഞ്ഞു. ഇതിന് സമയമെടുത്തേക്കാം. വൈക്കോൽ കൂനയിൽ ഒരു സൂചി കണ്ടെത്തുന്നത് പോലെയാണ് ഈ തണ്ടനെ കണ്ടെത്തുന്നത്. ഇസ്രയേൽ സൈന്യം അൽ-ഷിഫയിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ആശുപത്രിയിലെ ഡോക്ടർ പ്രതികരിച്ചു. ആശുപത്രി പരിസരത്ത് അവർക്കെതിരെ ഒരു വെടിയുണ്ട പോലും പാഞ്ഞിട്ടില്ലെന്ന് ഡോക്ടർ അഹമ്മദ് എൽ മൊഖല്ലദി പറഞ്ഞു. 7 ആഴ്ചയോളം നീണ്ട യുദ്ധത്തിൽ ആയിരക്കണക്കിന് തീവ്രവാദികളെ കൊന്നതായി ഇസ്രയേൽ പറഞ്ഞു. ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളെ ഉടൻ മോചിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രയേലിലെ ടെൽ-അവീവിലും ജെറുസലേമിലും പ്രതിഷേധം തുടരുന്നു. ബന്ദികളുടെ കുടുംബാംഗങ്ങൾ അടക്കമുള്ള 5000-ഓളം പേരാണ് ടെൽ-അവീവ് നഗരത്തിൽ ബുധനാഴ്ച രാത്രി പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. പ്രധാന അയലോൺ ഹൈവേയും എഥിയോത്ത് അഹ്റോനീത്തിലും കാപ്ലാൻ തെരുവും പ്രതിഷേധക്കാർ ഉപരോധിച്ചു. ബന്ദികളുടെ ഫോട്ടോകളും ബാനറുകളും ഉയർത്തിക്കാണിച്ചായിരുന്നു പ്രതിഷേധം. ഉടൻ കരാറിലെത്തി വെടിനിർത്തുക, ബന്ദികളെ തിരികെ കൊണ്ടുവരാൻ, രാഷ്ട്രീയ പ്രശ്നത്തിന് സൈനിക പരിഹാരമില്ല തുടങ്ങിയ സന്ദേശങ്ങളാണ് ബാനറുകളിൽ ഉണ്ടായിരുന്നത്. ലോകം നിർത്തൂ, നമ്മുടെ സഹോദരങ്ങൾ അവിടെയുണ്ട് എന്ന മുദ്രാവാക്യവും സമരക്കാർ മുഴക്കി. ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചതോടെ പോലീസും സമരക്കാരും തമ്മിൽ ഏറ്റുമുട്ടലും ഉണ്ടായി. ഈജിപ്ത്, ഖത്തർ എന്നിവയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കാനുള്ള ചർച്ചകളും അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് പ്രതിഷേധങ്ങൾ അരങ്ങേറിയത്. ഹമാസിന്റെ കൈവശം 137 ബന്ദികളുണ്ടെന്നാണ് കണക്ക്. ഇവരെ മോചിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമേൽ കനത്ത സമ്മർദ്ദമാണ് ഉയർന്നിട്ടുള്ളത്. എന്നാൽ ബന്ദികളെ ജീവനോടെ തിരികെ കൊണ്ടുവരാൻ താൻ പ്രതിജ്ഞാബദ്ധനല്ലെന്ന് പ്രധാനമന്ത്രി ബെസാലൽ സ്മോട്രിച്ച് ബന്ദികളുടെ കുടുംബാംഗങ്ങളെ അറിയിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ആദ്യമായിട്ടാണ് സർക്കാർ ഭാഗത്തുനിന്ന് വരുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.